ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കൂന്തൽ റോസ്റ്റാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വലിയ സവോള ചെറുതാക്കി എരിഞ്ഞത്, അതുപോലെ തന്നെ 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനുശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഒരു മീഡിയം തീയിലിട്ടതിന് ശേഷം നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല പോലെ വഴണ്ടി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞത് വരെ വഴറ്റി കൊടുക്കാം. കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വഴറ്റി കൊടുക്കാം. സവോള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമുക്ക് തീ ഒന്നും കൂടി കുറച്ച് ഏറ്റവും സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടി. ഇതെല്ലാം കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കാം, മസാലയുടെ പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി തക്കാളി വെന്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. കറി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി വറ്റിക്കണം. നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിനെ ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.